അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിരിസത്തെ മൂമിനികളെ, ഇത് വിശുദ്ധമാക്കപ്പെട്ട റജബ് തിങ്കളായിട്ട് ഭയങ്കര മഹത്വം ഉള്ളനിക്കത്തെ ഒരു തിങ്കൾ. ഈ തിങ്ങൾക്ക് ചമ്മ കാരണങ്ങളുണ്ട് മഹത്വം കിട്ടുക. അതിൽപ്പെട്ട ഈ തിങ്കളിൽ സ്മരിക്കപ്പെടാനായ ചില മഹാന്മാരുണ്ട്. അങ്ങനെ വിഷയത്തിൽ എല്ലാവരും ഞാൻ ഈ ചൊല്ലുള്ള ഇന്നത്തെ ഈ വീഡിയോയിലും ഇൻഷാ അല്ലാഹ് ഒരു മഹാനെ ഞാൻ പരിചയപ്പെടുത്തരാം. നെക്സ്റ്റ് രണ്ട് വീഡിയോയിൽ വേറെ രണ്ട് മഹാന്മാരെ പെടുത്തരാം. എന്തൊക്കെ ചൊന്നെങ്കിൽ മഹാന്മാരെ ചരിത്രം കേൾക്കുമ്പോഴായിട്ട് ഞങ്ങൾ എന്തോ ഞങ്ങളെ അവസ്ഥ എന്തോ ഞങ്ങൾ നല്ല വണ്ടേട്ട് ഞങ്ങളെ ഹൃദയത്തിന് ഒരു വയൽ കിട്ടത്. അല്ലാഹു തആല ഈ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നല്ല ആൾമാരിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിരിസത്തെ മോമിനിങ്ങളെ, ഈ തിങ്കളിൽ സ്മരിക്കപ്പെടാനിക്കത്ത ഒരു മഹാനായിട്ട് സയ്യിദുന ഇമാമുന അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു ഞങ്ങളെ മദ്ഹബ് നേതാവായിട്ട് ഇമാം ഷാഫി തങ്ങളെ മദ്ഹബായിട്ട് ഞങ്ങൾ ഫോളോ ആക്കിക്കൊണ്ടുള്ളത്. ഞങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാര, ഞങ്ങൾ പിടിക്കുന്ന നോമ്പ്, ഞങ്ങൾക്കൊരു ഹജ്ജ്, ഞങ്ങളെ ഇത്രേ ഫിഖ്ഹിയായ കർമ്മങ്ങൾ എല്ലാം ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ആയിട്ട് വലിയ മഹാനായിട്ട് നല്ല പവർഫുൾ മൈൻഡുള്ള നിക്കത്തെ നേതാവ്, ലക്ഷക്കണക്കിന് ഹദീസ് കാണാണ്ട് പഠിച്ചണക്കത്തെ ഒരു മഹാനായിട്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജീവന പൂർത്തി അല്ലാഹുവിന്റെ കിതാബ് കൊബേനായിട്ട്, അല്ലാഹുവിന്റെ ദീൻ ചൊന്നു കൊടുക്കുവാനായിട്ട്, ഹദീസിക്ക് ശറഹ് എഴുതുവാനായിട്ട്, ആയത്തുക്ക് തഫ്സീർ എഴുതുവാനായിട്ട് ജീവന ഫുള്ള് അല്ലാഹുവിന്റെ തെരുവില് വെച്ചനക്കത്തെ ഒരു മഹാനായിട്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. പിരിസത്തെ മോമിനീങ്ങളെ, 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാടമാക്കിത്ത് 10ാമത്തെ വയസ്സെത്തുമ്പോൾ ഇമാം മാലിക് ഇമാം ഷാഫിഈയുടെ ഉസ്താദായിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ 40 വർഷം ദർസ് നടത്തിയണക്കത്തെ മഹാനായിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആ ഇമാം മാലിക്കിന്റെ ശിഷ്യായിട്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു 10 വയസ്സാവുമ്പോൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തൻ്റെ ഉസ്താദ് രചിച്ച ഈ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു രചിച്ച 35 ഒരു കിതാബുണ്ട്. വലിയ കിതാബായിട്ട് ഭയങ്കരമായ അർത്ഥവത്തായ വലിയ ഫന്നുകൾ ചമ്മ വിഷയങ്ങൾ ചർച്ചാക്കല് ഈ കാലഘട്ടത്തിൽ അനിവാര്യത്തെ ഉള്ള വലിയ 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 മഹാന്മാർ അത് നോക്കിയിട്ട് ബറക്കത്തെടുത്തണക്കത്തെ ഒരു കിതാബായിട്ട് ആ 35 കിതാബ് കാണാണ്ട് പഠിച്ചണക്കത്തെ ഒരു മഹാനായിട്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ലക്ഷക്കണക്കിന് ഹദീസ്, 30 ജുസ് ഖുർആൻ, 30 പോലത്തെ വലിയ വലിയ കിതാബ് എല്ലാം കാണാണ്ട് പഠിച്ചണിക്കത്ത മഹാൻ. പഠിക്കുക ഒരു വിഷയമുണ്ട് പിരിസത്തെ മോമിനിങ്ങളെ. ഉസ്താദിന് എതിരുള്ള വെച്ചിട്ട് പഠിക്കുമ്പോ എത്രത്തോളം അദബ് പാലിച്ചെത്തുന്ന് ചെന്നെങ്കിൽ കിതാബ് ഓപ്പൺ ആക്കുമ്പോ ഒരു സൗണ്ട് വരല്ലേ, ആ സൗണ്ട് പോലും ഉസ്താദിന് മുന്നുള്ള ബറവ് തീരാ ചെന്നിട്ട് പേടിച്ചിട്ട് ജാഗ്രതയിൽ കിതാബ് ഓപ്പൺ ആക്കണിക്കത്തെ ഭയങ്കര അദബുള്ള ഒരു മുതഅല്ലിമായിട്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് തങ്ങളെ ഒരു പലക്ക ചൊന്നു ആലിമു ഖുറൈശിൻ യംദഉ തിബാഖൽ അർദ് ചൊന്നെന്തോ അതെ നന്റെ ഈ ഖുറൈശി പാരമ്പര്യ ഒരു ആലിമ് ബറവുണ്ടോ, അയാള് ഈ ലോക ഫുള്ളു വിജ്ഞാന കൊണ്ട്, അറിവ് കൊണ്ട്, നോളജ് കൊണ്ട്, ഇൽമു കൊണ്ട് അയാൾ നൊറക്കു ചെന്നിട്ടു മുത്തുനബി തങ്ങൾ ഒരാളുടെ വിഷയത്തിൽ ചെന്നറോ. അത് 6 വിഷയത്തിൽ ചെന്നിട്ടു ഈ ഇമാം പിന്നെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ചമ്മ മഹത്തുക്കളായ പണ്ഡിതന്മാർ ചൊന്നാറ് അത് ഇമാം ഷാഫിഈ തങ്ങളെ വിഷയത്തിലേക്ക് മുത്തുനബി ചെന്നത്. മുത്തുനബി ചൊന്ന എന്തെല്ലാം ഉണ്ടാ അത് എല്ലാം ആ യോജിച്ച് വന്നത് 100% അത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉണ്ടായിട്ട്. പിരിസത്തെ മോമിനീങ്ങളെ, ഞങ്ങളെ മദ്ഹബ് ഇമാം ഞങ്ങൾക്ക് അഭിമാനിക്കാം. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആ ഒരു നോട്ടവും സഹായവും മദതും ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഉമ്മ, ബാപ്പ, പെഞ്ഞായി, മക്ക, ഉസ്താദുമാർ, കൂട്ടുകുടുംബങ്ങൾ എല്ലാ ആൾമാർക്കും ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഖൈറും ബറക്കത്തും നിഅമത്തും ചമ്മ ചൊരിഞ്ഞ് തരുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി